ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 13-ാം വാക്യം. തങ്ങൾക്ക് ലഭിച്ച ശിക്ഷയിലൂടെ നീതിമാന്മാർക്ക് നന്മ ലഭിച്ചുവെന്നറിഞ്ഞപ്പോൾ അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് അവരറിഞ്ഞു. നോക്കണേ, നന്മ ചെയ്യുന്നവരെന്നോ ശിക്ഷിക്കപ്പെടുന്നവരെന്നോ നീതിമാന്മാരെന്നോ വ്യത്യാസമില്ല. ശരിക്കും നമുക്ക് കിട്ടുന്ന ശിക്ഷകളിലൂടെയും നമുക്ക് ലഭിക്കുന്ന ഭാരങ്ങളിലൂടെയും ദൈവം മറ്റൊരാൾക്ക് നന്മ കൊടുക്കുന്നുവെന്ന് നമ്മൾ ശരിക്കും അറിയുമ്പോൾ ആ നീതിമാന്മാരുടെ അതേ സ്ഥാനത്ത് ശിക്ഷ ലഭിക്കുന്ന വേദനിക്കുന്ന നമ്മളും മാറുകയാണ്. നിങ്ങൾക്ക് പിടികിട്ടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ശിക്ഷിക്കപ്പെടുന്നു, എനിക്ക് ദൈവം ഒരു ശിക്ഷ നൽകിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാനൊരു മോശക്കാരനെ പോലെ ഇരിക്കുക. പക്ഷെ പെട്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു, എനിക്ക് കിട്ടിയ ഭാരവും ദുഃഖവും വഴി ഞങ്ങളുടെ നാട്ടിലോ ഇടവകയിലോ ഒരു മനുഷ്യനെ ദൈവം രക്ഷിച്ചു. ആ തിരിച്ചറിവ് വരുമ്പോൾ ഉണ്ടല്ലോ, ശിക്ഷിക്കപ്പെട്ട നാം നീതിമാന്മാരുടെ സ്ഥാനത്തെത്തി. അപ്പോൾ ചെറിയ ശിക്ഷകളിലൂടെ നീതിമാന്മാരുടെ സ്ഥാനത്തേക്ക് ദൈവം ജ്ഞാനം നൽകി നമ്മളെ ഉണർത്തുകയാണ്. ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ശിക്ഷിക്കപ്പെട്ടവരാണെന്നും അയ്യോ നല്ല നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ ചെറിയ ശിക്ഷകളിലൂടെ മറ്റുള്ളവർക്ക് നന്മ കിട്ടിയെന്ന ജ്ഞാനം, ആ ജ്ഞാനം കിട്ടുന്നതോടുകൂടി, അറിവ് കിട്ടുന്നതോടുകൂടി നിങ്ങളും നീതിമാനായി, ഞാനും നീതിമാനായി. ചെറിയ ശിക്ഷകളിലൂടെ നമ്മളെ ദൈവം നീതിമാന്മാരുടെ സ്ഥാനത്തേക്ക്, അറിവിൻ്റെ തലത്തിലേക്ക് ഉയർത്തുകയാണെന്ന് ഓർത്ത് സന്തോഷിക്കണം, പിടിച്ചു നിൽക്കണം, പൊരുതണം. ആമേൻ ആമേൻ ആമേൻ.